മഹാന്ധകാരത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് കുപ്പുകുത്തുന്ന ആധുനിക മനുഷ്യന്റെ നേർക്ക് നീട്ടിപ്പിടിച്ച നിലാ വെളിച്ചമാണ്, കത്തിച്ചു വച്ച മെഴുകുതിരി വെളിച്ചമാണ് ഫുട്ബോൾ. സെന്റ് ബർത്തലോമ്യോ കപ്പിന്റെ ഫൈനൽ മത്സരത്തിലേക്ക്, വാശിയേറിയ ഗ്രാൻഡ് ഫിനാലയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഫൈനൽ മത്സരം ഈസ് ബിറ്റ്വീൻ SAC വെല്ലുവിളി ആൻഡ് PSAC പുതിയതുറ. രണ്ട് ടീമുകളെയും മാച്ച് ഒഫീഷ്യൽസിനെയും ഈ അവസരത്തിൽ മത്സരവേദിയിലേക്ക് കളികളത്തിലേക്ക് ക്ഷണിക്കുന്നു. ആൻഡ് ഫൈനൽ മത്സരം കാണുവാനും കണ്ടാസ്വദിക്കുന്നതിനുമായി ഓരോ കായിക പ്രേമികളെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു ഈ സ്റ്റേഡിയത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക്. SAC വെല്ലുവിളി ആൻഡ് PSAC പുതിയതുറ. നിറഞ്ഞ കൈയടിയോടെ തന്നെ എല്ലാ ടീമിലെ താരങ്ങളെയും അതേപോലെ തന്നെ മാച്ച് ഒഫീഷ്യൽസിനെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഈ മത്സരത്തിലെ ഈ ടൂർണമെന്റിലെ ഫൈനൽ മത്സരം. And once again welcoming all to this excellent and exciting grand finale. Sponsor
ഉടൻ തന്നെ ദേശീയ ഗാനം വരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. ദേശീയ ഗാനത്തിനായി ഫൈനൽ മത്സരത്തിന് മുൻപ് തന്നെ ദേശീയ ഗാനം വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. ഈ കളി എല്ലാവരും തന്നെ എഴുന്നേറ്റ് നിൽക്കാം. BSAC പുതിയതുറ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ രണ്ട് ടീമുകളും ആദ്യമായാണ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്ന ഈ ഒരു ടൂർണമെന്റിൽ. ഇതിൽ ആര് തന്നെ ജയിച്ചാലും പുതിയ ചാമ്പ്യനെ നമുക്ക് ലഭിക്കും. SBFA പൂവാർ സംഘടിപ്പിക്കുന്ന 6th എഡിഷൻ കാനറ ബാങ്ക് സെന്റ് ബർത്തലോമിയോ കപ്പിന്റെ പുതിയ ചാമ്പ്യൻ ആരാണെന്ന് അല്പസമയത്തിനകം തന്നെ നമുക്കറിയാൻ കഴിയും. BSAC പുതിയൊരു ടച്ചോടുകൂടി മത്സരം ആരംഭിക്കുകയാണ്. മത്സരത്തിന്റെ തുടക്കത്തിൽ സജുവിന്റെ നല്ലൊരു ഷോട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഷിക്കുവിന്റെ ഒരു മിന്നൽ സേവും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഷിക്കുവിന്റെ പേരിൽ കുറിക്കപ്പെടുന്ന ആദ്യത്തെ സേവാണ് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഒരു കോർണർ കിക്ക് കൂടി നേടിയെടുക്കാൻ കഴിയുന്നു BSAC പുതിയ തുറക്കി. കോർണർ കിക്കിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. കൃത്യമായ ബ്ലോക്കിംഗ് അവിടെ നൽകുന്നുണ്ട്
ലോങ് ബോൾ നൽകാനുള്ള ശ്രമമാണ് ജോൺസണിലേക്ക്. 2010 മുതൽ 2015 വരെ കേരള സന്തോഷ് ട്രോഫി ടീമിൽ ഇടം പിടിച്ച താരം കൂടിയാണ് ജേഴ്സി നമ്പർ 5 ജോൺസൺ പുതിയതുറ. 2015 നാഷണൽ ഗെയിംസും ഈ ഒരു താരത്തിന് കളിക്കാൻ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ജേഴ്സി നമ്പർ 5 BSSC പുതിയതുറ. വീണ്ടും ഷിക്കു വരുന്ന ഗോൾ കിക്ക് എടുക്കാനായി. ഷിക്കുവിന്റെ ലോങ് ഗോൾ കിക്കാണ്. പന്ത് നിയന്ത്രിച്ച് നിർത്താൻ കഴിയാതെ പോകണം. അതിന് മുൻപ് തന്നെ പന്ത് ടച്ച് ലൈൻ കഴിഞ്ഞു വന്ന സ്ഥിരീകരണം വന്നിട്ടുണ്ട്. സജു വരുന്നു ത്രോയിൻ എടുക്കാനായി. കേരള യൂണിവേഴ്സിറ്റി താരം കൂടിയാണ് സജു. സജുവിന്റെ ലോങ് ത്രോ ആണ്. നേരെ അനീഷിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അനീഷ് ഒരു ഫ്രീ കിക്ക് കൂടി ലഭിക്കുകയാണ്. അനീഷിനെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് ഐ ലീഗിൽ രാജസ്ഥാൻ യുണൈറ്റഡിന് വേണ്ടി കളിച്ച താരം കൂടിയാണ് ജേഴ്സി നമ്പർ 7 അനീഷ് BSSC പുതിയതുറ. SSC വള്ളവിള വേഴ്സസ് BSSC പുതിയതുറ മത്സരമാണ് നിങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മാച്ച് നമ്പർ 35 ഗ്രാൻഡ് ഫിനാലെയാണ്. ഫൈനൽ മത്സരത്തിലും പ്രതികൂല കാലാവസ്ഥയിലാണ് നമ്മുടെ താരങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ത്രോയിൻ എടുക്കുന്നു അവിടെ. റീത്രോയായി മാറുകയാണ്. SSC വള്ളവിളയ്ക്ക് അനുകൂലമായി തന്നെ റീത്രോ വരികയാണ്. മറ്റൊരു ലോങ് ത്രോ ആണ്. ഗോൾ കണ്ടെത്താനുള്ള ശ്രമമാണ് അവിടെ. പ്രതികൂലമോ അനുകൂലമോ എന്തായാലും നല്ലൊരു കാലാവസ്ഥയിലാണ് കറന്റ് മത്സരം പോകുന്നത്. ഇത്ര നേരം മഴ പെയ്യാതെ പ്രകൃതി പിടിച്ചു നിന്നു. ഒടുക്കം നല്ല ഭംഗിയുള്ള കുറച്ച് മൊമെന്റ് സമ്മാനിക്കുന്നു. ഗ്രൗണ്ട്, മഴ, ഫുട്ബോൾ, എന്തായാലും ഫൈനൽ മത്സരത്തിലേക്ക് വരുമ്പോൾ വാശിയേറിയ നിലയിൽ തന്നെയാണ് ഒന്നാം പകുതി പുരോഗമിക്കുന്നത്. രണ്ടുപേരും ഗോളുകളൊന്നും സ്കോർ ചെയ്തിട്ടില്ലെങ്കിലും നല്ല ഗോളുകളിലേക്ക് എത്താനുള്ള നല്ല പോസിബിൾ ചാൻസസ് ഉണ്ട്. കാരണം രണ്ടുപേരും അത്രയും അംബീഷ്യസ് ആണ്. ഇത്രയും നല്ല ഗോളുകൾ ഓൾറെഡി ടൂർണമെന്റിലുടനീളം സ്കോർ ചെയ്ത് കഴിഞ്ഞ ടീമുകൾ തന്നെയാണ് ഈ ഒരു മത്സരത്തിലേക്ക് ഫൈനൽ മത്സരത്തിലേക്ക് ലഭിച്ചിരിക്കുന്നത്. മറ്റൊരു ലോങ് ത്രോ ആണ്. സജുവിന്റെ ലോങ് ത്രോ പന്ത് റിസീവ് ചെയ്തുകൊണ്ട് സിജുവിന്റെ ലോങ് ത്രോ ആയിരുന്നു. റെയിൽവേ സന്തോഷ് ട്രോഫി താരം കൂടിയായിരുന്നു. സന്തോഷ് ട്രോഫി ക്യാപ്റ്റനും കൂടെ വ്യക്തിയായി സിജു. നേരെ മറ്റൊരു ട്രിബിളിംഗ് സ്കിൽസ് കാണാനുള്ള ഒരു ശ്രമത്തിലാണ്. വീണ്ടും സജുവിലേക്ക്. സജുവിന്റെ പവർഫുൾ ഷോട്ട്. ചെറിയ വ്യത്യാസത്തിലാണ് പന്ത് പുറത്തേക്ക് പോകുന്നത്. മറ്റൊരു ഗോൾ കിക്കായി മാത്രം മാറുകയാണ്. പ്രതികൂല കാലാവസ്ഥയിൽ നമ്മുടെ താരങ്ങളൊക്കെ ഫൈനൽ മത്സരം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴ മാത്രമാണ് പ്രതികൂല കാലാവസ്ഥയെന്ന് ഉദ്ദേശിച്ചത്. ഷിക്കു വരുന്നു ഗോൾ കിക്ക് എടുക്കാനായി. ഷിക്കു നേരെ വിനീഷിലേക്കാണ് പന്ത് നൽകിയത്. വിനീഷിൽ നിന്നും അഭിയിലേക്ക്. സ്റ്റേജിൽ മാക്സിമം ബോൾ പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് എന്തായാലും ഇവിടെ പുതിയതുറയ്ക്കെതിരെ വെള്ളുവിള. പുതിയതുറ എന്തായാലും റൈറ്റ് ഫ്ലാങ്കിൽ നിന്ന് ആ പന്ത് വീണ്ടും റിക്കവർ ചെയ്യുന്നു. ഫോർവേഡ് ലൈനിലേക്കുള്ള നല്ലൊരു പാസിന് വേണ്ടിയുള്ള ശ്രമമാണ്. പക്ഷേ കൃത്യമായി ഫിസിക് യൂസ് ചെയ്ത് ഡിഫൻസീവ് ലൈനിൽ നിന്ന് പന്ത് എങ്ങനെയും ഫോർവേഡ് ലൈനിലേക്ക് പോകാതെ കാത്തു സൂക്ഷിക്കുന്ന കാഴ്ച കൂടി കാണുന്നു. ഓർഗനൈസ്ഡ് ആയി തന്നെ ഒരു ഡിഫൻസീവ് ലൈൻ കീപ്പ് ചെയ്യുന്നു. വീണ്ടും നല്ലൊരു ലോങ് ബോളാണ്. ജോൺസന്റെ ലോങ് ബോളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ ഓൾറെഡി ഈ ഒരു താരത്തെ പറ്റി സൂചിപ്പിച്ചു കഴിഞ്ഞു. സന്തോഷ് ട്രോഫി താരം കൂടിയാണ് ജോൺസൺ. നല്ല മുന്നേറ്റവുമായി വാശിയേറിയ മത്സരമാണ്. SSC വള്ളവിള വേഴ്സസ് BSSC പുതിയതുറ മത്സരം. വീണ്ടും അനീഷിലേക്ക് അബി. വീണ്ടും പന്തുമായി മുന്നേറാനുള്ള ശ്രമമാണ്. നല്ല നീറ്റ് ഡിഫെൻഡിങ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്.
ആഷിക്കിൻ്റെ ഇടപെടലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. SSC വള്ളവിളയുടെ നല്ല ഇന്റർസെപ്ഷനാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. SSC വള്ളവിള വേഴ്സസ് BSSC പുതിയതുറ മത്സരമാണ് നിങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഫൈനൽ മത്സരമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൂർണമെന്റ് ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഒരു ഫ്രഷ് ചാമ്പ്യനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. രണ്ടുപേരും ആദ്യമായാണ് ഫൈനലിൽ കളിക്കുന്നത്. സോ രണ്ടിൽ ആര് ജയിച്ചാലും ഒരു പുതിയ ചാമ്പ്യനെ കിട്ടും ഈ ഒരു ടൂർണമെന്റിൽ. കഴിഞ്ഞ പ്രീവിയസ് 5 സീസണുകളിലും കണ്ടിന്യൂസ് ആയി ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയത്, റണ്ണേഴ്സ് അപ്പ് സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതും ഓൾമോസ്റ്റ് സെയിം ടീമുകളൊക്കെ തന്നെയാണ്. സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ വരുന്നു. മത്സരത്തിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് താൽക്കാലികമായി വീണ് പോകുന്ന പുതിയതുറയെ കാണാം. ജേഴ്സി നമ്പർ 4 കളിക്കളത്തിലേക്ക് വരികയാണ്. അതോടൊപ്പം തന്നെ പരിക്ക് പറ്റിയാണ് ജേഴ്സി നമ്പർ 10 കളിക്കളത്തിൽ നിന്നും പിന്മാറുന്നത്. അവിടെ സജ്ജു വരുന്ന ത്രോയിൻ എടുക്കാനായി BSSC പുതിയതുറയ്ക്ക് അനുകൂലമായി ജോൺസണിലേക്ക്. വീണ്ടും ജോൺസന്റെ ഡയഗണൽ ബോൾ സിജുവിലേക്ക്. ഓഫ്, നല്ല ട്രൈ ആയിരുന്നു, പക്ഷെ അതിന് മുൻപ് തന്നെ ഓഫ് സൈഡ് ഗോൾ വിളിക്കപ്പെട്ടിരുന്നു. നല്ല ഫുൾ ബാക്ക് പൊസിഷനിൽ തന്നെയാണ് സിജു കളിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വിനീഷിലേക്ക്. വിനീഷിന്റെ ത്രൂ പാസ്, നല്ല ട്രൈ ആണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ആദ്യത്തെ അറ്റംപ്റ്റിൽ ആ പന്ത് കൈപ്പിടിയിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിലും രണ്ടാമത്തെ അറ്റംപ്റ്റിൽ എന്തായാലും അത് തിരിച്ചു പിടിച്ച് നല്ല ഡിസ്ട്രിബ്യൂഷൻ നടന്നു. സെൻട്രൽ റീജിയനിലാണ് കറക്റ്റ്ലി ബോൾ ഉള്ളത്. ഫോർവേഡ് ലൈനിലേക്ക് നല്ല മൂവ്മെന്റ് ആണ് റൈറ്റിനോ ആവശ്യം. എന്തായാലും ആ പന്ത് തിരിച്ചു പിടിച്ച് നേരെ മുന്നിലേക്ക് നല്ലൊരു ഡയഗണൽ പാസ്സാക്കി മാറ്റുന്നു റൈറ്റ് ഫ്ലാങ്കിലേക്ക്. ഒന്നാം തരം അറ്റംപ്റ്റ് തുറന്നു വിടുന്നു. ഗോളിലേക്ക് എത്തുന്നില്ല. നല്ല ഒന്നാം തരം അറ്റംപ്റ്റാണ്. നേരത്തെ അവർ പന്തുമായി മുന്നിലേക്ക് പോയ സ്ഥലത്ത് ശ്രദ്ധിക്കുക. അതായത് ശ്രീനാഥ് വിനീഷിന്റെ ബൂട്ടിൽ നിന്നുമാണ് ആ ഒരു പന്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ജയിക്കാൻ പറ്റൂ. അവിടെ നിന്നാണ് കളിച്ച് നേരെ വിങ്ങിലോട്ട് പോയതും അവിടെ നിന്ന് ഒരു ക്രോസ് വരുന്നതും ഫിനിഷ് ആക്കാൻ ശ്രമിക്കുന്നതും. എന്തായിരുന്നാലും ഗോൾ ഓഫ് സൈഡ് മാത്രമായി കലാശിക്കുകയാണ്. അവിടെ ഗോൾ കിക്കായി വരുന്നു. നല്ല കളി തന്നെയാണ് കാണാൻ കഴിയുന്നതും. വീണ്ടും മറ്റൊരു മുന്നേറ്റം. ഷിക്കു മുന്നിലോട്ട് വന്ന് അപകടം ഒഴിവാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ലിറ്റിൽ ഫ്ലവർ ഫുട്ബോൾ അക്കാദമി താരം കൂടിയാണ് ഷിനു. അത് മാത്രമല്ല ഇതേ സീസണിൽ I League 3-ൽ സാറ്റ് തിരൂരിന് വേണ്ടി കളിച്ച ഗോൾ കീപ്പർ കൂടെയാണ് ഷിക്കു. ഇന്നേ ദിവസം വള്ളവിളയ്ക്ക് വേണ്ടി ഗോൾ വിലക്കാക്കുന്നതും. ടൂർണമെന്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഗെയിം കൊടുത്തു. ഓൾമോസ്റ്റ് ഒരു ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്യുന്നതിന്റെ തൊട്ട് ബാക്കിൽ വരെ എത്തി. നല്ലൊരു മുന്നേറ്റമായിരുന്നു. എന്തായാലും ആ ഫൈനൽ ടച്ച് എടുക്കുന്നതിന് മുന്നേ പ്രീ അസിസ്റ്റ് കൊടുത്ത താരം ഓൾമോസ്റ്റ് ഒരു ഓട്ടോറിക്ഷ ഓടുന്നത് പോലെ ഇൻഡിക്കേറ്റർ വലത്തേക്ക് ഇട്ട് ഇടത്തേക്കാണ് ഓടിയത്. സോ അതുകൊണ്ട് ഒരു നല്ല മുന്നേറ്റം അവിടെ ഓൾമോസ്റ്റ് ഒരു ഗോളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. മറ്റൊരു ഫ്രീ കിക്കിനായി SSC വള്ളവിള തയ്യാറാവുകയാണ്. പഴുതടച്ച ഡിഫൻസാണ് ഇരു ടീമും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു പിഴവ് മതി ഒരു ഗോൾ കണ്ടെത്താനായി. അതിന് സമാനമായാണ് SSC വള്ളവിള വല കുലുക്കിയത്. പക്ഷെ ഓഫ് സൈഡ് ട്രാപ്പിൽ പെട്ടു പോവുകയായിരുന്നു. അവിടെ മറ്റൊരു ഫ്രീ കിക്കിനായി കാത്തു നിൽക്കുകയാണ്. ഒരു പവർഫുൾ ഷോട്ട്. ജേഴ്സി നമ്പർ 15 നല്ലൊരു ഷോട്ടാണ് അവിടെ എടുത്തത്. ജോൺസൺ ഇടപെടലുണ്ട്, പക്ഷെ കൃത്യമായി രക്ഷപ്പെടുകയാണ്. വീണ്ടും മാബി. വീണ്ടും ജോബിന്റെ ഒരു പവർഫുൾ ഷോട്ടാണ്. നല്ല ട്രൈ ആണ്. നല്ല ഡിഫെൻസീവ് ഗെയിമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു ത്രോയിൻ കൂടി കൺസീഡ് ചെയ്യേണ്ടി വരുന്നു അവിടെ. BSSC പുതിയതുറക്കി വീണ്ടും കട്ട് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് അബിയുടെ. ജേഴ്സി നമ്പർ 6 അബി. വീണ്ടും ലോങ് ബോൾ വരികയാണ്. വിനീഷിന്റെ ലോങ് ബോൾ ആയിരുന്നു. ഞാൻ ഓൾറെഡി ഈ ഒരു താരത്തെ പറ്റി പലതവണ സൂചിപ്പിച്ച് കഴിഞ്ഞു. ഈ ഒരു ടൂർണമെന്റിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സെൻട്രൽ ബാക്കുകളിൽ ഒരാളാണ് വിനീഷ്. ജേഴ്സി നമ്പർ 2.
വീണ്ടും പന്തുമായി മുന്നോട്ട് BSSC പുതിയ തുറ. വീണ്ടും അനീഷിലേക്ക്. അനീഷിന്റെ ബാക്ക് പാസ് ജോൺസണിലേക്ക്. ജോൺസണിൽ നിന്ന് അനീഷിന്റെ പാസ് കൃത്യമായി പിടിച്ചെടുത്തുകൊണ്ട് വീണ്ടും മുന്നേറുകയാണ് SSC വള്ളവിളെ. ഫൗൾ വിസിൽ വരികയാണ്. അനീഷാണ് ഫൗൾ ചെയ്യുന്നത്. അനീഷിന്റെ ഫൗളിനെ തുടർന്ന് മറ്റൊരു ഫ്രീ കിക്ക് കൂടി ലഭിക്കുകയാണ് SSC വള്ളവിളയ്ക്ക് അനുകൂലമായി. കൃത്യമായിട്ട് ക്ലിപ്പ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി ഇല്ലെങ്കിൽ ചിന്തിക്കേണ്ടി വരുന്നില്ല റഫറിക്ക്. കൃത്യമായി നീറ്റ് ആൻഡ് ടൈഡി ഗോൾ. അവിടെ എന്തായാലും ഒരു ഫ്രീ കിക്ക് ഓപ്പർച്യൂണിറ്റിയാണ് മത്സരത്തിന്റെ തുടക്ക മൊമെന്റുകളിൽ. 0-0 എന്ന നിലയിൽ തന്നെയാണ് ഒന്നാം പകുതി പുരോഗമിക്കുന്നത്. ഫൈനൽ മത്സരമായതുകൊണ്ട് തന്നെ അതിൻ്റെതായ വാശിയും വീറും ഒക്കെ ഈ ഒരു മത്സരത്തിലേക്ക് വരാൻ ഒരു ഗോൾ ഇപ്പോൾ അത്യാവശ്യമാണ്. ഒരു ഗോൾ വന്നാൽ മത്സരത്തിന്റെ ആകെ മൊത്തം ടെമ്പോ മാറി പറയും. ഫ്രീ കിക്ക് ഔട്ട്സൈഡ് ഓഫ് ദ ഫുട്ട് വെച്ച് നല്ല കർവ് ചെയ്തൊരു അടിപൊളി ഫ്രീ കിക്കാണ്. ആ വാളിന്റെ നേരെ സൈഡിലൂടെയാണ് കർവ് ചെയ്ത് അപ്പം അകത്തേക്ക് കൊടുക്കാനുള്ള ശ്രമം നടത്തി. അതായത് ഗോൾ കീപ്പർ സമയോചിതമായി അതുകൊണ്ട് തന്നെ ആ ഒരു മുന്നേറ്റം അവിടെ അവസാനിക്കുന്നു. ഫ്രീ കിക്ക് അവിടെ തടുത്തു നിർത്തപ്പെടുന്നു. വീണ്ടും ഈ ഒരു പന്തുമായി ബാൾ പാസ് കളിച്ച് മുന്നിലേക്ക് പോകാനുള്ള ശ്രമം. റൈറ്റ് ഫ്ലാങ്കിൽ അവിടെ മറ്റാരും ഫ്രീ ആണ്. അദ്ദേഹത്തിലേക്ക് തന്നെ പന്ത് എത്തിക്കുന്നു. സ്ക്വയർ പാസ് ലേ ഓഫ് ചെയ്ത് നേരെ ലെഫ്റ്റ് ഫ്ലാങ്കിലേക്ക് ആ പന്ത് മറിയുന്നു. വിങ്ങിലൂടെ മറ്റൊരു താരം പാരലായി ഓടി കാണിക്കുന്നുണ്ടായിരുന്നു നേരത്തെ. ഫ്രീമാനെ കണ്ടുപിടിക്കാൻ എളുപ്പം കഴിയുന്നുണ്ട്. ഇതുപോലത്തെ ആ ഒരു ഷോട്ട്, ഇതുപോലത്തെ ആ ഒരു പാസ് തണ്ടറിംഗ് ക്ലിയറൻസ് വഴി നേരെ പുറത്തേക്ക് പറഞ്ഞിടുന്ന കാഴ്ച. വീണ്ടും SSC വള്ളവിളയുടെ മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. നല്ലൊരു ട്രൈ ആണ്. ക്ലിയറൻസ് ചെയ്ത് ബാക്കിയിട്ടുണ്ട്. എന്തായിരുന്നാലും മറ്റൊരു ത്രോയിൻ കൂടി കൺസീഡ് ചെയ്യുന്നു BSSC പുതിയ തുറ. ലോങ് ത്രോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇപ്പോഴും. ഒരു ഗോൾ എന്തായിരുന്നാലും വേണം. ഒരു ഗോൾ വന്നാൽ മാത്രമേ കൂടുതൽ ആവേശകരമായ രീതിയിലോട്ട് കാര്യങ്ങൾ പോകുള്ളൂ. മറ്റൊരു ത്രോയിൻ കൂടി കൺസീഡ് ചെയ്യുന്നു അവിടെ BSSC പുതിയ തുറ. ഫൈനലിലെ ഗോളിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇപ്പോഴും. വീണ്ടും ജോബിന്റെ പാസ് ഓഫ് സൈഡ് ട്രാപ്പിൽ പെട്ടുപോവുകയാണ്. പുറകിൽ നിന്നാണ് വന്ന് പന്ത് സ്വീകരിച്ച് അതിനെ തുടർന്ന് നിയറസ്റ്റ് ഓഫ് സൈഡായി മാറിയിരിക്കുകയാണ്. സോ ഷിബിൻ വരികയാണ് ഫ്രീ കിക്ക് എടുക്കാൻ. അവിടെ നിന്ന് നേരെ സുജിൻ റെയിൽവേസ് സന്തോഷ് ട്രോഫി താരം കൂടിയാണ്. നല്ലൊരു കട്ട് ബാക്ക് ആണ് അവിടെ സുജിൻ നടങ്ങിയത്. പക്ഷേ കിക്കായി മാത്രം മാറുന്നു. ഓൾറെഡി ഗോൾ ലൈൻ കടന്നു വന്ന സ്ത്രീയിടം വന്നിട്ടുണ്ട്. ആൻഡ് ഷിക്കു വരുന്നു. ഷിക്കുവിൽ നിന്ന് വിനീഷ്. ഇരുവരും മുൻ ലിറ്റിൽ ഫ്ലവർ ഫുട്ബോൾ അക്കാദമി താരങ്ങളായിരുന്നു ഷിക്കുവും വിനീഷും. വീണ്ടും ജോബിൻ നല്ലൊരു പാസിംഗ് ഓപ്ഷൻ വേണ്ടി ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. വീണ്ടും വിനീഷിലേക്ക്. വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡർ ഇൻ ദ ടൂർണമെന്റ്. ജോൺസണിലേക്കാണ് ഒരു ഫൗൾ വിസിൽ വിളിക്കപ്പെടുകയാണ്. മറ്റൊരു ഫ്രീ കിക്ക് ലഭിക്കുന്നു അവിടെ SSC വള്ളവിളയ്ക്ക് അനുകൂലമായി. ഡെഡ്ലോക്ക് ബ്രേക്ക് ചെയ്യാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ആദ്യ ഗോൾ സ്കോർ ചെയ്യാൻ നല്ലൊരു ചാൻസ് ആണ് ഇപ്പൊ കറക്റ്റ് വീണ് കിട്ടിയിരിക്കുന്നത് വള്ളവിളയ്ക്ക്. നല്ല ഗോളിലേക്ക് എത്തട്ടെ. ഫ്രീ കിക്ക് സെറ്റ് പീസ് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ കഴിയട്ടെ പ്രൊഡക്റ്റീവായ രീതിയിൽ. അബി വരുന്നു ഫ്രീ കിക്ക് എടുക്കാനായി. നല്ല പവർഫുൾ ഷോട്ട് എടുക്കാൻ കഴിവുള്ള താരം കൂടിയാണ് അബി. നേരെ ഒരു ഡയഗണൽ പാസ്സാണ്. അവിടെ നിന്നൊരു ക്രോസ് കൊടുക്കാനുള്ള ശ്രമം രക്ഷപ്പെടുത്തുന്നു അവിടെ. എന്തായിരുന്നാലും ഗോൾ കിക്കായി മാത്രം മാറുന്നു. വീണ്ടും ജോൺസന്റെ കാലുകളിലേക്ക്. ജോൺസൺ ബാക്ക് പാസ് നൽകാനുള്ള ശ്രമമാണ്. മുൻപിലോട്ടാണ് കളിക്കേണ്ടത് ഈ ഒരു സമയത്ത്. വീണ്ടും ജോൺസന്റെ ത്രൂ പാസ് ആണ്. നല്ല രീതിയിൽ കണക്ട് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള ശ്രമമാണ്. വീണ്ടും സിജുവിലേക്ക്. ഈ മത്സരത്തിലും നിർണായകമായ പ്രകടനമാണ് താരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ജോൺസൺ ഓവർഹെഡ് ബോളാണ്. വിനീഷ് നല്ല ടാക്റ്റിക്കലായിട്ട് ബോൾ റിസീവ് ചെയ്തുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. 2 മിനിറ്റാണ് ഒന്നാം പകുതിയുടെ അധിക സമയമായി നൽകിയിരിക്കുന്നത്.
ഇപ്പോഴും ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാനാകാതെ ഗോൾ രഹിത സമനിലയിൽ മത്സരം പുരോഗമിക്കുകയാണ്. SBFA പൂവാറിന്റെ സ്റ്റേഡിയത്തിൽ. വീണ്ടും വിനീഷ് ആൻഡ് സിജു പന്തുമായി മുന്നോട്ട്. ജോബിൻ ഗോൾ കണ്ടെത്താനുള്ള ശ്രമമാണ്. ഇരു ടീമുകളും മികച്ച രീതിയിൽ ആക്രമിച്ച് കളിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ക്ലോസ് ആയി നിന്നാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും സജുവിന്റെ ഷോട്ട്. ഈ മത്സരം തുടങ്ങിയപ്പോൾ തന്നെ സജുവിന്റെ ഷോട്ടോട് കൂടിയാണ് ഈ മത്സരം ആരംഭിച്ചത്. വീണ്ടും സജുവാണ് നല്ലൊരു ഷോട്ട് എടുത്തിരിക്കുന്നത്. വീണ്ടും ഷിക്കു വരുന്നു ഗോൾ കിക്ക് എടുക്കാനായി. ഐ ലീഗ് 3rd ഡിവിഷനിൽ സാറ്റ് തിരൂരിനായി ബൂട്ട് കെട്ടി താരം കൂടിയാണ് ഷിക്കു. അവിടെ ജോൺസന്റെ ഹെഡറാണ്. വീണ്ടും ജോബിലേക്ക് നമ്പർ 10 ജോബിൽ നിന്നും അബിയിൽ നിന്നും വിനീഷിന്റെ ഡയഗണൽ ബോൾ വരികയാണ്. നല്ല ബോളാണ്. ഗോൾ കീപ്പറുടെ സേവ് തന്നെയാണ്. സ്ലൈഡിങ് ടാക്കിൾ ചെയ്ത് നല്ലൊരു ചാൻസ് ആയിരുന്നു അവിടെ, പക്ഷേ മിസ്സായി പോവുകയാണ്. ഗോൾ കീപ്പർ മുന്നിലോട്ട് വന്ന് ക്ലിയറൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഫസ്റ്റ് സേവ് തന്നെയാണ് ഷിബിന്റെ. 2 ഗോൾ കീപ്പർമാരും നല്ല മികച്ച സേവ് നടത്തി ഫൈനലിൽ മികച്ച കളി കാഴ്ചവെക്കുകയാണ്. വീണ്ടും ജോൺസന്റെ കാലുകളിലേക്ക്. ജോൺസൺ ഒന്നാം പകുതി അവസാനിക്കുമ്പോൾ 2 ടീമുകളും ഗോൾ രഹിത സമനിലയിൽ പിരിയുകയാണ്. എന്തായാലും രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ കൂടുതൽ ഗോളുകൾ, നല്ല ഗോളുകൾ വരുമെന്ന ശുഭ പ്രതീക്ഷയിൽ. ഒന്നാം പകുതിയിലെ ഹാഫ് ടൈം. Both teams have scored no goals, 0 goals. 2 ടീമുകളും അത്യാവശ്യം നല്ല രീതിയിൽ 2 പാർശ്വഭാഗങ്ങളിലേക്കും 2 പെനാൽറ്റി ഏരിയകളിലേക്കും നല്ല അറ്റാക്കുകൾ കൊണ്ടുവന്നു. പക്ഷെ എന്തായാലും മാച്ചിന്റെ രണ്ടാം പകുതിയിലേക്ക് നമുക്ക് ആദ്യ ഗോളിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. എല്ലാം ഒരുപോലെ ഒന്നിനൊന്നും മെച്ചം. ഇഷ്ടം പോലെ പ്ലേയേഴ്സ്, എണ്ണിയ തീരാത്ത പ്ലേയേഴ്സ് അല്ല.
ആരംഭിക്കുകയാണ്. ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാനാകാതെ ഗോൾ രഹിത സമനിലയിൽ അവസാനിക്കുകയത്. രണ്ടാം പകുതിയിൽ ഗോൾ കണ്ടെത്താനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ്. അവിടെ അനീഷിന്റെ ടച്ചാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. അനീഷിൽ നിന്ന് നേരെ ഷിബിനിലേക്ക്. ഷിബിന്റെ ലോങ് ബോൾ വരുന്നു. വന്ന് ടച്ച് ലൈൻ കഴിഞ്ഞു വന്ന ശ്രീകരണം വന്നിട്ടുണ്ട്. സോ ത്രോയിൻ ലഭിക്കുന്നു. വള്ളവിളിക്ക് അനുകൂലമായി അവിടെ സിജു ഇടപെടുന്നു. സിജു ജേഴ്സി നമ്പർ 6 നല്ലൊരു ത്രൂ ബോളാണ് നൽകിയിരിക്കുന്നത്. നല്ലൊരു ഗോൾ കണ്ടെത്താനുള്ള സുവർണ അവസരമാണ്. മറ്റൊരു കോർണർ കിക്ക് നേടിയെടുക്കുകയാണ്. BSAC പുതിയ തുറയ്ക്ക് അനുകൂലമായി ലഭിക്കുന്ന ആദ്യത്തെ കോർണർ കിക്കാണ് രണ്ടാം പകുതിയിൽ. അനീഷ് വരുന്നു കോർണർ കിക്ക് എടുക്കാനായി. അനീഷിന്റെ കോർണർ കിക്ക്, ഓ ബ്യൂട്ടിഫുൾ! ആദ്യത്തെ ഗോൾ കണ്ടെത്തിയിരിക്കുന്നു BSAC പുതിയ തുറ. ഫൈനൽ മത്സരത്തിലെ ആദ്യത്തെ ഗോളാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് BSAC പുതിയ തുറയ്ക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്നതും. ഒന്ന് 0 എന്ന സ്കോർ നിലയിലേക്ക് മത്സരം എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയിലേക്ക് വരുന്നു. പുതിയ തുറ മത്സരത്തിൽ അവരുടെ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്ത് അവരുടെ അക്കൗണ്ട് തുറക്കുന്നു. ഫൈനൽ മത്സരത്തിൽ കറന്റ്ലി ഒരു ഗോളിന് മികച്ചൊരു ലീഡ്, നേരിയൊരു ലീഡെങ്കിലും ഒരു മികച്ച ലീഡ്, അതീവ നിർണായകമായ ഒരു അവസരത്തിൽ, അതും സെക്കൻഡ് ഹാഫിൽ ഗോൾ വേണ്ടിയിരുന്ന അവസരത്തിൽ അവർ കണ്ടുപിടിക്കുന്നു. പുതിയ തുറ അതുകൂടി സ്കോർ ലൈനിലേക്ക് ആദ്യ ഗോൾ അവർക്ക് എഴുതി ചേർക്കാനായി കഴിയുന്നു. ഒരു മഞ്ഞ കാർഡ് ലഭിക്കുകയാണ് ജോൺസണ്. ജോബിനെ ഫൗൾ ചെയ്തതിന്റെ പേരിൽ മറ്റൊരു ഫ്രീ കിക്ക് കൂടി ലഭിക്കുകയാണ് SAC വള്ളവിള ടീമിന് അനുകൂലമായി. ശ്രീനാഥ ഗോൾ വന്നത് കോർണർ കിക്കിൽ നിന്നുമാണ്. ജസ്റ്റ് ഒരു ഫ്ലിക്ക് ചെയ്തു, കറക്റ്റായിട്ട് വലയിലേക്ക് കയറി. സോ അങ്ങനെയാണ് ആ ഗോൾ കണ്ടത്. നല്ല ടാക്ടിക്കലായിട്ടുള്ള മാറ്റമാണ് കൊണ്ടുവരാൻ കഴിഞ്ഞത് അവിടെ BSAC പുതിയ തുറയ്ക്ക്. ഫൈനൽ മത്സരത്തിലെ ആദ്യത്തെ ഗോളാണ് നേടിയിരിക്കുന്നത്. മാൻറ്റ് ഫ്രീ കിക്ക് എടുക്കാനായി അഭി തയ്യാറാവുകയാണ്. സെറ്റ് പീസിൽ നിന്നാണ് മത്സരത്തിലെ ആദ്യ ഗോൾ വന്നത്. വീണ്ടും ഒരു സെറ്റ് പീസ് നേരെ ഒപ്പോണന്റ് ഹാഫിൽ അവർക്ക് വീട് കിട്ടുകയാണ്. വഴങ്ങിയ ഗോൾ തിരിച്ചടിക്കാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഒരു ഫ്രീ കിക്ക് അവിടെ പെനാൽറ്റിയിലേക്ക് പുറത്ത്. ഫ്രീ കിക്ക് ഇൻസൈഡ് പെനാൽറ്റി ഏരിയ. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഒരു സമനിലയിലേക്ക് മത്സരം എത്തിക്കുന്ന കാഴ്ച കാണുന്നു ഇവിടെ. വല്ലവിള പുതിയ തുറക്കെതിരെ വല്ലവിള കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ഗോളിന് ഗോൾ എന്ന് പറയാം. അടിക്കടി തിരിച്ചടി, നല്ലൊരു ഗോളുമായി അതിന് കൃത്യം മറുപടി. വീണ്ടും ജോബിന്റെ ഷോട്ട് ഷിബിന്റെ കൈകളിലേക്കാണ്. വീണ്ടും ഷിബിൻ. രണ്ട് ടീമിനും ഓരോ ഗോൾ വീതം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അനീഷിലേക്ക്, അനീഷിൽ നിന്നും ബിനീഷിലേക്ക്, വീണ്ടും അബി ആൻഡ് ജോൺസന്റെ ഷീൽഡിങ് നമുക്ക് ഇവിടെ കാണാം. ഗോൾ കീപ്പറിലേക്ക് ഷിബിന്റെ ലോങ് ബോൾ വരുന്നു ആൻഡ് ബിനീഷിലേക്ക്. വീണ്ടും പന്തുമായി BSAC പുതിയ തുറ സിജുവിലേക്ക് ആൻഡ് അനീഷ് ആൻഡ് സിജു. നല്ലൊരു ട്രൈ ആണ് അവിടെ സിജുവിന്റെ ഭാഗത്ത് നിന്നും കാണാൻ കഴിഞ്ഞത്. ടെക്നിക്കലി ഇതൊരു ഫ്രഷ് സ്റ്റാർട്ടാണ്. കാരണം ഒരു 0-0 എന്നുള്ള നിലയിൽ തന്നെ മത്സരം തുടങ്ങാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കറന്റ്ലി. ആർക്കും ലീഡില്ല, ആർക്കും ഒരു അഡ്വാൻറ്റേജ് ഇല്ല. അപ്പോൾ ഫ്രഷ് സ്റ്റാർട്ടായി തന്നെ പുതിയൊരു ഗോളിന് വേണ്ടിയുള്ള സെർച്ചിങ് ക്വസ്റ്റ് രണ്ടുപേർക്കും സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നു. ഫോർവേഡ് ലൈനിലേക്ക് നല്ലൊരു പന്ത്, പക്ഷേ അദ്ദേഹം പൂർണ്ണ ശക്തി എടുത്ത് ചാടി. പക്ഷേ എന്തായാലും ആ പന്തിലേക്ക് അദ്ദേഹത്തിന് തലവെച്ച് കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലായിരുന്നില്ല ബോളിന്റെ ട്രാജക്ടറി. വീണ്ടും ജോൺസൺ പന്തുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. സിജുവിലേക്ക് ഇടതു വിങ്ങിൽ കൂടി സിജു കട്ട് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ്. സിജു നല്ലൊരു പാസ്. ഓ ബ്യൂട്ടിഫുൾ! വലിയ കാര്യമായ രീതിയിലുള്ള ഉപകാരമൊന്നും വരാതെ മറ്റൊരു ഷോട്ട് കൂടി പുറത്തേക്ക് പറന്നു പോകുന്നതിന് കാഴ്ച. വീണ്ടും മറ്റൊരു ഗോൾ കിക്കായി മാറുകയാണ്. ഷിക്കു വരുന്ന ഗോൾ കിക്ക് എടുക്കാനായി. ഷിക്കുവിന്റെ ലോങ് ഗോൾ കിക്കാണ്
ഹെഡർ ക്ലിയറൻസ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും സിജുവിലേക്ക്. റെയിൽവേസ് ക്യാപ്റ്റനും കൂടെയാണ് സിജു, ജേഴ്സി നമ്പർ 6. മറ്റൊരു ഫ്രീക്ക് കൂടി ലഭിക്കണം. അതോടൊപ്പം തന്നെ സിജുവിന് ഒരു മഞ്ഞ കാർഡ് കൂടി ലഭിക്കുകയാണ് ഈ മത്സരത്തിൽ. ഫൈനൽ മത്സരത്തിലാണ് സിജു മഞ്ഞ കാർഡ് ഏറ്റുവാങ്ങുന്നത്. ടഫ് ചലഞ്ച്. എന്തായാലും ഒടുവിൽ ഒരു ഫ്രീ കിക്ക് മാത്രമായി ആ ഒരു മുന്നേറ്റം അവസാനിക്കുന്നതിലാണ് സംഭവ വികാസങ്ങൾ എത്തി നിൽക്കുന്നത്. മത്സരത്തിലെ ആദ്യ ഗോൾ സ്കോർ ചെയ്തത് PSAC പുതിയ തുറയാണെങ്കിൽ അവർക്ക് കൃത്യമായ മറുപടി തൊട്ടടുത്ത മൊമെന്റുകളിൽ തന്നെ PSAC വല്ലുവിളി ഒരു കൃത്യമായ നല്ലൊരു മറുപടി ഒരു ഗോളിന്റെ രൂപത്തിൽ തന്നെ നൽകുന്നു. അതോടുകൂടി മത്സരം 1-1 സമനിലയിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നു. സ്കോർ സ്റ്റിൽ 1-1. ഒരു നല്ല ഫ്രീ കിക്ക് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ വീട് കിട്ടുന്നുണ്ട്. സെറ്റ് പീസ് സിറ്റുവേഷനുകളിൽ നിന്ന് കണ്ടിന്യൂസ് ആയി ഗോളുകൾ ഒരുപാട് നമ്മൾ കണ്ടു. ഇതിൽ നിന്നും ഒരു ഗോൾ വരുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. വെല്ലുവിളി ലൈൻ വഴി നേരെ ഒരു ത്രൂ പാസിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഒരു കട്ട് ബാക്ക് ആക്കി മാറ്റുന്നു. നല്ലൊരു ലോങ് റേഞ്ച് അറ്റംപ്റ്റിന് വേണ്ടിയുള്ള ശ്രമം. ട്വിസ്റ്റ് ആൻഡ് ടേൺ ആണ്, പക്ഷേ കൃത്യമായി വലയ്ക്കകത്തേക്ക് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നില്ല. മറ്റൊരു ത്രോയിൻ കൂടി ലഭിക്കുകയാണ് SSC വള്ളവിളയ്ക്ക് അനുകൂലമായി. രണ്ടാമത്തെ ഗോൾ നേടാനുള്ള സുവർണ അവസരമാണ് SSC വള്ളവിളയെ തേടി വന്നിരിക്കുന്നത്. ലോങ് ത്രോയ്ക്ക് മാറ്റാനുള്ള ശ്രമമാണ്. ജോൺസന്റെ ഹെഡർ ക്ലിയറൻസ് ആണ് കോർണർ കിക്ക് നേടിയെടുക്കുന്നത്. അതോടൊപ്പം തന്നെ SSC വള്ളവിളെ മറ്റൊരു സെറ്റ് പീസ് സിറ്റുവേഷനിലോട്ട് പോകുകയാണ്. മറ്റൊരു കോർണർ കിക്ക് കൂടി നേടിയെടുക്കുകയാണ്. മറ്റൊരു സെറ്റ് പീസ് സിറ്റുവേഷൻ. ഇതെങ്ങനെ കൺവെർട്ട് ചെയ്ത് ഗോളാക്കുമെന്ന കാര്യത്തിലാണ് നമുക്ക് അറിയേണ്ടത്. ഒരു കർവിംഗ് കോർണർ കിക്കാണ്. നേരെ അബിയിലേക്ക്. അബി എടുക്കുന്ന ഒരു ഷോട്ട് കൃത്യമായി ബ്ലോക്ക് ചെയ്യുന്നു. വീണ്ടും വിനീഷിലേക്ക്. വിനീഷിന്റെ ബാക്ക് പാസ് ഷിക്കുവിലേക്ക്. ഷിക്കുവിന്റെ ലോങ് ബോൾ ആണ് വരുന്നത്. കൃത്യമായി ഇടപെടാൻ കഴിയുന്നുണ്ട് അവിടെ. വീണ്ടും നല്ല ചാർജിങ് അവിടെ നടക്കുന്നുണ്ട്. സജുവിന്റെ ക്ലിയറൻസ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീണ്ടും മറ്റൊരു ത്രോയിൻ ആണ്. അടുത്ത ഗോൾ കണ്ടെത്താനുള്ള സുവർണ അവസരമാണ് ഇരു ടീമുകൾക്കും ലഭിക്കാൻ പോകുന്നത്. സോ ഒരു ഗോൾ കൂടെ നേടിക്കൊണ്ട് വിജയ ഗോൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇരു ടീമുകളും. ഇപ്പോഴും ഇരു ടീമുകൾക്കും ഓരോ ഗോൾ വീതം നേടി സമനില പാലിക്കാൻ കഴിയുന്ന ഈ മത്സരത്തിൽ ആൻഡ് വിനീഷിലേക്ക്. വിനീഷിന്റെ ലോങ് ബോൾ ആണ്. യാതൊന്നും സംഭവിക്കുന്നില്ല. ഗോൾ ലൈൻ കടന്ന് ഗോൾ കിക്കായി മാത്രം മാറുകയാണ് അവിടെ. ഷിബിൻ വരുന്ന ഗോൾ കിക്ക് എടുക്കാൻ. അതോടൊപ്പം തന്നെ ജോൺസൺ സമീപത്തുണ്ട്. ആൻഡ് ഷിബിനിലേക്ക്. വീണ്ടും സജുവിലേക്ക്. സജുവിന്റെ ഓവർലാപ്പാണ്. അതിപ്പോഴും സജുവിന്റെ കാലിലേക്കാണ്. നല്ലൊരു ക്രോസ് വരുന്നുണ്ട്, പക്ഷേ കാര്യമായ നേട്ടം കൊണ്ടുവരാൻ കഴിയുന്നില്ല. മറ്റൊരു ത്രോയിൻ കൂടി കൺസീഡ് ചെയ്യുന്നു അവിടെ PSAC പുതിയ തുറ. ത്രോയിൻ എടുക്കാനായി SSC വള്ളവിളെ തയ്യാറാവുകയാണ്. ലോങ് ത്രോ ആക്കി മാറ്റും. നേരെ ജോബിനിലേക്ക്. ജോബിൽ നിന്നും ഈസിയായി തന്നെ ബോൾ റിസീവ് ചെയ്യുന്നു അവിടെ ജോൺസൺ. വീണ്ടും SSC വള്ളവിളയുടെ മുന്നേറ്റം. ഇരു ടീമുകൾക്കും ഓരോ ഗോൾ വീതം നേടി സമനില പാലിക്കാൻ കഴിയുന്നു. ഈ ഒരു സമയത്തും ഫൈനൽ മത്സരത്തിൽ മികച്ച കളി തന്നെയാണ് ഇരു ടീമുകൾക്കും കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. വീണ്ടും വിനീഷിലേക്ക്. ജോബിൻ ആൻഡ് അബി അതുമായി മുന്നോട്ട് കുതിക്കാനുള്ള ശ്രമത്തിലാണ്. മറ്റൊരു ക്ലിയറൻസ് ചെയ്തതിനിടയ്ക്ക് മിസ്പാസായി മാറുകയാണ്. വീണ്ടും ജോബിനിലേക്ക്. നമ്പർ 10 ജോബിൻ. കോവളം FC-ക്കെതിരെ മികച്ച പ്രകടനം നടത്തിയ താരം കൂടിയാണ് ലീഗ് റൗണ്ടിൽ ജോബിൻ. കോവളം FC-ക്കെതിരെ ലീഗ് റൗണ്ടിൽ ഏറ്റവും മികച്ച കളിക്കാരനായി തെരഞ്ഞെടുത്ത താരം കൂടിയാണ് SSC വള്ളവിളയുടെ ജോബിൻ, ജേഴ്സി നമ്പർ 10. ഒരുപാട് ടീമുകൾ മത്സരിച്ചെങ്കിലും ഇരു ടീമുകൾക്കും ഇന്ന് ഫൈനൽ കളിക്കാൻ കഴിഞ്ഞതിന് ഏറ്റവും വലിയ ഭാഗ്യമായി കണക്കാക്കുന്നു. ഒരുപാട് നല്ല ടീമുകൾ കളിച്ചു കഴിഞ്ഞു. സെന്റ് ജെയിംസ് വാണിയംകുടി, അതുപോലെ തന്നെ SMRC കൊല്ലംകോട്, കോവളം FC, ഇങ്ങനെ ഒരുപാട് ടീമുകൾ കളിച്ചു കഴിഞ്ഞു.
മറ്റൊരു ചാൻസ് ആണ് അവിടെ, നല്ലൊരു ചാൻസ് ആണ്. ആൻഡ് പവർഫുൾ ഷോട്ട്. ചെറിയ വ്യത്യാസത്തിലാണ് പന്ത് പുറത്തേക്ക് പോകുന്നത്. വീണ്ടും ജോൺസന്റെ ഷോട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ജോൺസൺ ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇരു ടീമുകൾക്കും മികച്ച രീതിയിൽ കളിക്കാൻ കഴിയുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാതെ പോവുകയാണ്. ഫൈനൽ മത്സരത്തിന്റെ എല്ലാ ആവശ്യവും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ജോൺസന്റെ ഫ്രീ കിക്കാണ്. മറ്റേ ത്രോയിൻ കൂടി ലഭിക്കുകയാണ്. BSIC പുതിയ തുറയ്ക്ക് അനുകൂലമായി അവിടെ സജു വരുന്ന ത്രോയിൻ എടുക്കാനായി. ജേഴ്സി നമ്പർ 2 കേരള യൂണിവേഴ്സിറ്റി താരം കൂടിയാണ് സജു. സജുവിന്റെ ത്രോയിൻ നേരെ അനീഷിലേക്ക്. അനീഷിൽ നിന്നും സജുവിന്റെ ക്രോസ് വരുന്നു. സിജുവിനെ ലക്ഷ്യം വെച്ചുള്ള ഒരു ക്രോസ് ആയിരുന്നു, പക്ഷെ പാഴായി പോവുകയാണ്. വീണ്ടും ഡയഗണൽ പാസ് വരുന്നു. നല്ലൊരു ബോളാണ്. നല്ലൊരു ഗോൾ കടത്താനുള്ള സുവർണ അവസരം. ബ്യൂട്ടിഫുൾ. രണ്ടാമത്തെ ഗോൾ നേടിക്കൊണ്ട് SSC വള്ളവിളെ ആഞ്ഞടിക്കുകയാണ്. ടീം ഗോൾ എന്ന നിലയിൽ വീണ്ടും മികച്ചൊരു ഗോൾ കണ്ടെത്തിക്കൊണ്ട് മത്സരത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്ന അപ്പോൾ ഇവിടെ കാണാം. പുതിയ തരുടെ ഭാഗത്ത് നിന്ന് കൺസിസ്റ്റന്റ് ആയ കൺസിക്യൂട്ടീവ് ആയ നല്ല അറ്റാക്കുകൾ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ അവർ ഡിസർവ് ചെയ്തൊരു ലീഡിലേക്ക് അവർക്ക് ഉയരാൻ കഴിയുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഒന്നാം പകുതിയിൽ ഒരു നല്ല ഗോളിലേക്ക് അവർക്ക് ഒരു സമനിലയിലേക്ക് എത്താൻ സാധിച്ചാൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട് അവർക്ക് കിട്ടുമെന്നുള്ളത്. ആ ഫ്രഷ് സ്റ്റാർട്ട് കൃത്യമായി കിട്ടി. ആ ഫ്രഷ് സ്റ്റാർട്ട് ഒരു സ്റ്റാർട്ടാക്കി തന്നെ എടുക്കുന്നു. ആൻഡ് ഇറ്റ്സ് 2-1. ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് SSC വള്ളവിള ലീഡ് തുടരുകയാണ് ഈ മത്സരത്തിൽ. ഒരു ഗോളിന് പുറകിൽ നിന്ന ശേഷമാണ് 2 ഗോൾ തിരിച്ചടിക്കുന്നത് SSC വള്ളവിള. സോ ആ ടീമിന്റെ സ്ട്രെങ്ത് എന്താണെന്ന് അല്ലെങ്കിൽ പവർ എന്താണെന്ന് കാണിക്കുകയാണ് ഇപ്പോഴും. ജബിൽ നിന്ന് വിനീഷിന്റെ ട്രിപ്പിളിംഗ് നേരെ ഫുൾ ബാക്കിലേക്ക്. ഞാൻ ഓൾറെഡി ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ ടൂർണമെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡർമാരിൽ ഒരാളാണ് വിനീഷ് എന്ന്. അതുപോലെ തന്നെയാണ് മികച്ച കളി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും SSC വള്ളവിളയുടെ മുന്നേറ്റമാണ്. ഒരു സോയിൻ നേടുകയാണ് വിനീഷ് നേരെ സിജുവിലേക്ക്. വിനീഷ് മറ്റൊരു ഫോൾ കൺസീഡ് ചെയ്യുകയാണ് അവിടെ. പുതിയ തുറയുടെ ഷോട്ട് ഫ്രീ കിക്കാണ്. അതിവേഗം തന്നെ പൂർത്തിയാക്കുന്നു. വെള്ളവള്ളയുടെ കരയിലേക്ക് പന്തെങ്കിലും എത്തിച്ചേർന്നു. മിസ് പാസുകൾ കൃത്യമായി തിരിച്ചു പിടിച്ച് കളിക്കാനുള്ള ശ്രമം കണ്ടിന്യൂസ് ആയി അവർ നടത്തുന്നത് കാണാം. എന്തായാലും ഒരു ഗോളിന് ഒരു നേരിയ ലീഡെങ്കിലും ഒരു ലീഡ് അവരുടെ കൈവശമുണ്ട്. ഇത്തവണ നേരെ പന്ത് നേരെ കൃത്യമായി സേഫായി ക്യാരി ചെയ്ത് ഗോൾ കീപ്പറുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നു. ലാസ്റ്റ് ലൈൻ ഡിഫൻസിൽ നിന്ന് ഫോർവേഡ് ലൈനിൽ നല്ലൊരു പന്തിന് വേണ്ടിയുള്ള സർച്ചിങ് ആണ്. എന്തായാലും ലെഫ്റ്റ് ഫ്ലാങ്കിൽ മറ്റൊരു താരത്തെ അനായാസം കണ്ടുപിടിക്കുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി, പക്ഷേ സ്ട്രൈറ്റ് ഗോൾ കീപ്പറുടെ കയ്യിലേക്ക്. വീണ്ടും ഗോൾ കീപ്പർ ഷിക്കുവിന്റെ കൈകളിലേക്കാണ് പന്ത് എത്തിച്ചേർന്നത്. സോ ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് SSC വള്ളവിളയിൽ ലീഡ് തുടരുകയാണ് ഈ മത്സരത്തിൽ. വീണ്ടും ഷിക്കുവിന്റെ ലോങ് ബോൾ നേരെ ഷിബിന്റെ കൈകളിലേക്ക്. അവിടെ നേരെ ജോൺസന്റെ കൈകളിലേക്കാണ് എത്തിച്ചേർന്നത്. ജോൺസൺ അതുമായി മൈതാനത്തിന് മധ്യഭാഗത്ത് വീണ്ടും നല്ലൊരു ട്രിബിളിംഗ് കാഴ്ചവെച്ചുകൊണ്ട് പോവുകയാണ് പുതിയ തുറ. BSIC പുതിയ തുറ വേഴ്സസ് SSC വള്ളവിള മത്സരമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ലോങ് ബോളാണ്. നേരെ ഗോൾ കീപ്പറുടെ കൈകളിലേക്കാണ്. അവിടുന്ന് നേരെ ജോൺസന്റെ കലയിലേക്ക്. അവിടുന്ന് ജേഴ്സി നമ്പർ 11 ഒരു ഗോൾ കൂടെ നേടാനുള്ള തയ്യാറെടുപ്പിലാണ് BSIC പുതിയ തുറ. നല്ലൊരു ഡയഗണൽ ബോൾ വരികയാണ്. കൃത്യമായി മാൻ ടു മാൻ മാർക്കിംഗ് അവിടെ ചെയ്തുകൊണ്ട് അപകടം ഒഴിവാക്കുകയാണ്. ഗോൾ കിക്കായി മാത്രം മാറുകയാണ്. അവസാന മിനിറ്റുകളിലേക്കാണ് കളി പൊക്കോണ്ടിരിക്കുന്നത്. വീണ്ടും മറ്റൊരു മുന്നേറ്റം സിജുവിലേക്ക്. സിജുവിന്റെ പാസ്
ജേഴ്സി നമ്പർ 11 മറ്റൊരു ഗോൾ കണ്ടെത്താനുള്ള സുവർണ അവസരമാണ്. ആൻഡ് സിജുവിലേക്ക്, സിജു കറക്റ്റായിട്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവിടെ ഒഴിവാക്കുകയാണ്. ജേഴ്സി നമ്പർ 5 കളിക്കളത്തിലേക്ക് വരികയാണ്. SSC വള്ളവിളയുടെ കഴിഞ്ഞ 3 മത്സരങ്ങളും ഈ ഒരു താരം അവസാനം തന്നെയാണ് ഇറങ്ങിയത്. ഇതുപോലെ തന്നെയാണ് ആ ഒരു താരത്തെ തന്നെ അവസാനം ഇറക്കുകയാണ്. അതായത് ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെ പേരിൽ തന്നെയാണ് ആ ഒരു താരത്തെ അവസാനം ഇറക്കുന്നതും. ഒരു ഓഫ് സൈഡ് ട്രാപ്പിൽ പെട്ടുപോവുകയാണ്. 3 മിനിറ്റാണ് അധിക സമയം. 3 minutes ആണ് ടൈം. അതിനിടയിൽ ഒരു ഗോളെങ്കിലും തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് വീണ് പോകുന്നത് കിട്ടിയ എല്ലാ ഓപ്പർച്യൂണിറ്റികളും കൃത്യമായി അവിടെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് സമയം നഷ്ടപ്പെടുത്താനുള്ള പരമാവധി ടാക്ടിക്സ് യൂസ് ചെയ്യുന്നു. കാരണം സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ഇവിടെ കപ്പിനും ചുണ്ടിനും ഇടയിലുള്ള അകലം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ്. സോ അതുകൊണ്ട് തന്നെ കൃത്യമായി ടൈം ഡിലേയിങ് ടാക്ടിക്സ് ഇപ്പോഴും അവർ കൃത്യമായി കൊണ്ട് നടക്കുന്നു. ആർക്കറിയാം ഓരോ സെക്കൻഡിന്റെ വില എത്രത്തോളമാണെന്നുള്ളത് കൃത്യമായി അറിയാം. 1 മിനിറ്റ് ഒന്ന് കിടന്നാൽ അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ് ഒന്ന് കിടന്നു കിട്ടിയാൽ അത്ര സമയം ഒന്ന് കഴിഞ്ഞു കിട്ടും. മറ്റൊരു ഫ്രീ കിക്ക് കൂടി എടുക്കുകയാണ് ഷിക്കു. ഇഞ്ചുറി ടൈമിലാണ് കളി പൊക്കോണ്ടിരിക്കുന്നത്. 1-2 ഗോളുകൾക്ക് ഇപ്പോഴും SSC വള്ളവിളയെ ലീഡ് തുടരുകയാണ്. വീണ്ടും ഷിക്കുവിന്റെ ലോങ് പാസ് വരികയാണ് നേരെ ഷിബിന്റെ കൈകളിലേക്ക്. ഷിബിൽ നിന്നും ജോൺസന്റെ പാസ്സാണ്. നല്ല ഫാസ്റ്റ് മൂവ്മെന്റ് ഉള്ള റണ്ണുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീണ്ടും ജോൺസണിലേക്ക് മറ്റൊരു പാസിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോഴും കാത്തു നിൽക്കണം. നല്ലൊരു ഓവർഹെഡ് ബോൾ വരുന്നത് സജുവിലേക്ക്. സജു ആൻഡ് ഷിക്കു. ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും രക്ഷപ്പെടുന്ന ഇത്തവണയും SSC വള്ളവിള. നല്ല ചാൻസ് ആണ് ലഭിച്ചത്. കൃത്യമായി ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നു. അവിടെ സജു വരുന്നു. വീണ്ടും ത്രോയിങ് എടുക്കാനായി അവസാന നിമിഷങ്ങളിലേക്ക് കളി പൊക്കോണ്ടിരിക്കുകയാണ്. വീണ്ടും വീട് കിട്ടുന്ന ചാൻസ് ആണിത്. ഇത് കൃത്യമായി യൂസ് ചെയ്യണം. വീണ്ടും ഹെഡറാണ് അവിടെ. ഫൗൾ വിസിൽ വിളിക്കപ്പെടുന്നുണ്ട്. പെനാൽറ്റി ഏരിയയ്ക്ക് സമീപത്തായി. ഇപ്പോഴും 1-2 ഗോളുകൾക്ക് SSC വള്ളവിള ലീഡ് തുടരുകയാണ്. ഒരു ഗോളിന് പുറകിൽ നിന്ന ശേഷമാണ് 2 ഗോൾ തിരിച്ചടിക്കുന്നത്. മൂന്ന് മിനിറ്റ് അധിക സമയത്തിലെ അവസാന മൊമെന്റുകളിലേക്ക്, അവസാന സെക്കൻഡുകളിലേക്ക് നമ്മൾ കിടക്കുമ്പോ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കാനായി ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റി. ആൻഡ് മത്സരം അവസാനിക്കുകയാണ്. Three minutes out of time. Still score is 2-1. 2-1 എന്ന നിലയിലാണ് കറന്റ്ലി മത്സരം പോകുന്നത്. ആൻഡ് പുതിയ തുറക്കെതിരെ വള്ളുവിള കറന്റ്ലി ഒരു നേരിയ ഗോളിന്റെ നേരിയ മാർജിന്റെ ലീഡിലാണ് മത്സരം കൈപ്പിടിയിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്നത്. അത് ക്ലെയിം ചെയ്യാനായി ഇനി ഏതാനും സെക്കൻഡുകൾ കൂടി മാത്രം ബാക്കി. മറ്റൊരു കോർണർ കിക്ക് കൂടി ലഭിക്കുകയാണ്. SSC വള്ളവിളയ്ക്ക് അനുകൂലമായി ഒരു ഗോൾ കൂടെ നേടിക്കൊണ്ട് കൂടുതൽ ആഞ്ഞടിക്കാനുള്ള ശ്രമത്തിലാണ് SSC വള്ളവിള ഫൈനലിൽ. ആൻഡ് കോർണർ കിക്ക് എടുക്കാനായി റെഡി ആവുകയാണ്. അഭി വരുന്നു. വീണ്ടും ഒരു ഗോൾ കണ്ടെത്താനുള്ള ശ്രമമാണ്. ഒരു പാരൽ പാസ്സായി മാറുകയാണ്. പക്ഷെ യാതൊന്നും സംഭവിക്കുന്നില്ല. വീണ്ടും ക്യൂക്ക് ത്രോയിനായി എടുക്കുന്നു. വീണ്ടും സിജുവിൽ നിന്നും ജോൺസൺ. വീണ്ടും ജബിലിലേക്ക് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. ജോൺസൺ വരുന്നു ഫ്രീ കിക്ക് എടുക്കാനായി. ജോൺസന്റെ ഫ്രീ കിക്ക് നല്ലൊരു ചാൻസ് ആണ്. ഷിക്കു മുന്നിലോട്ട് വന്ന് പഞ്ച് ചെയ്ത് മാറ്റുകയാണ്. യെസ്, ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. 1-2 ഗോളുകൾക്ക് ഈ ഒരു മത്സരം SSC വള്ളവിള വിജയിച്ചിരിക്കുന്നു. The champions of 6th edition San Bartolomeo Super Cup. സെന്റ് ബർത്തലോമിയോ കപ്പിലെ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കുന്ന ടീം ആരെന്നുള്ള ചോദ്യത്തിന് നമ്മൾ എന്തുത്തരം പറയും? സുന്ദരമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട്, ഒരു മികച്ച മത്സരം, ഫൈനൽ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് പുതിയ തുറക്കെതിരെ നല്ലൊരു വിജയം കരസ്ഥമാക്കി SSC വള്ളുവിള
ഈ ഒരു ടൂർണമെന്റിലെ ഫൈനൽ മത്സരത്തിൽ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി ഏറ്റവും മികച്ച രീതിയിലേക്ക് ഈ ഒരു ടൂർണമെന്റ് അവസാനിപ്പിക്കുന്നു. സെലിബ്രേഷൻസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് നാളുകൾ നീണ്ടു നിൽക്കുന്ന സെലിബ്രേഷൻ ആണ് ഇന്ന് തിരിതെളിയപ്പെടുന്നത്. കാരണം ഈ ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഒരു ഫ്രഷ് ചാമ്പ്യനെയാണ് കറന്റ് നമുക്ക് വേണ്ടിയിട്ടിരിക്കുന്നത്. ഇതുവരെ ഈ രണ്ട് ടീമുകളും ഫൈനൽ മത്സരത്തിൽ കളിച്ചിട്ടില്ല. ഇതുവരെ ഈ രണ്ട് ടീമുകളും ഫൈനൽ മത്സരത്തിൽ വിജയിച്ചിട്ടില്ല. ഇതാദ്യമായി ചരിത്രത്തിലാദ്യമായി ടൂർണമെന്റിൽ ഫൈനൽ മത്സരം കളിച്ച രണ്ട് ടീമുകളിൽ ഒരു ടീം ഏറ്റവും മികച്ച മത്സരം കാഴ്ചവെച്ച വെല്ലുവിളി ഈ ഒരു ടൂർണമെന്റിന്റെ കിരീടം കരസ്ഥമാക്കുന്നു. ആൻഡ് റണ്ണേഴ്സ് അപ്പായി ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ നല്ല ഫുട്ബോൾ തന്നെ ആരാധകരിലേക്ക് എത്തിച്ചുകൊണ്ട് പുതിയ തുറ റണ്ണേഴ്സ് അപ്പ് കിരീടം കൂടി കരസ്ഥമാക്കുന്നു. എന്തായാലും രണ്ടുപേരുടെയും എഫേർട്ട് തീർച്ചയായും നമ്മൾ കാണാതെ പോകാൻ പാടില്ല. ഏറ്റവും നല്ല ഗെയിം തന്നെ ഓൾറെഡി അവർ കൊടുത്തു കഴിഞ്ഞു. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് പുതിയ തുറ ആൻഡ് ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ടു ദ ചാമ്പ്യൻസ്. സമയം